ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രൂട്ട്സ് ചാട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആപ്പിളും പഴവും ഗ്രേപ്സും പോമഗ്രാനൈറ്റുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാം. മാങ്ങ ഉണ്ടെങ്കിൽ അതെടുക്കാം, പിയർ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പാസ്ത വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള പാസ്തയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് നട്ട്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ബദാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാസ്ത ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നട്ട്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ തേൻ ചേർക്കുന്നുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ട് തേൻ മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. ഈ ഫ്രൂട്ട്സിലൊക്കെ അത്യാവശ്യം മധുരം ഉണ്ടാവും, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അത് ആദ്യം കുറച്ചൊന്ന് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് കുറച്ച് ചാട്ട് മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂണിലും താഴെയായിട്ട് ചാട്ട് മസാല ചേർത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് ക്രീം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ഈസിയാണ്. കുട്ടികളൊക്കെ ഫ്രൂട്ട്സ് കഴിക്കത്തില്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടാവും. കഴിക്കുമ്പോൾ അത്യാവശ്യം ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സ് ചാട്ടിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്